കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദ ക്വസ്റ്റ്യൻ ഈസ് എ നോൺ ഹീം അയൺ കണ്ടെയ്നിങ് പ്രോട്ടീൻ. 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഹീമോഗ്ലോബിൻ, ഹീമോസയാനിൻ, ഹീമെറിത്രൈൻ ആൻഡ് മയോഗ്ലോബിൻ. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഹീം ഗ്രൂപ്പ് പ്രസൻ്റ് അല്ലാത്ത എന്നാൽ എഫ് എ ആറ്റം പ്രസൻ്റ് ആയിട്ടുള്ള പ്രോട്ടീനെ കുറിച്ചിട്ടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഹീം ഗ്രൂപ്പ് എന്ന് നോക്കാം. ഹീം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പോർഫൈറിൻ റിങ് വിത്ത് സെൻട്രൽ എഫ് എ ആറ്റം. അതായത് ഒരു എഫ് എ ആറ്റം ഒരു പോർഫൈറിൻ റിങ് ആയിട്ട് ബൗണ്ട് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഹീം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. ഇനി പോർഫൈറിൻ റിങ് എന്ന് പറഞ്ഞാൽ 4 പൈറോൾ യൂണിറ്റുകൾ മീഥൈൻ ബ്രിഡ്ജ് വഴി കണക്ട് ചെയ്തിട്ടുള്ള ഒരു റിങ് സ്ട്രക്ചറാണ് പോർഫൈറിൻ. അതിലോട്ട് എഫ് എ ആറ്റം പ്രസൻ്റ് ആണെങ്കിൽ നമ്മളതിന് ഹീം ഗ്രൂപ്പ് എന്ന് പറയും. സോ മയോഗ്ലോബിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു ഹീം ഗ്രൂപ്പാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഹീമോഗ്ലോബിനും മയോഗ്ലോബിനും ഏകദേശം സിമിലർ സ്ട്രക്ചറാണ്. മയോഗ്ലോബിൻ മോണോമർ ആണെങ്കിൽ ഹീമോഗ്ലോബിൻ 4 സബ് യൂണിറ്റ്സ് ഉള്ള ടെട്രാമർ ആണ്. സോ നമുക്ക് മനസ്സിലായി ഹീമോഗ്ലോബിനിലും മയോഗ്ലോബിനിലും എന്തുണ്ട്, ഹീം ഗ്രൂപ്പ് പ്രസൻ്റ് ആണ്. സോ ആ 2 ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ദെൻ ഹീമോസയാനിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവിടെ 2 കോപ്പർ ആറ്റംസ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓക്സിജൻ ആയിട്ട് ബൗണ്ട് ചെയ്തിട്ടുള്ളത് കോപ്പർ ആറ്റംസ് ആണ്. അവിടെ എഫ് എ ആറ്റം പ്രസൻ്റ് അല്ല. സോ അതും നമുക്ക് ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാം. ദെൻ ഹീമെറിത്രൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ 2 എഫ് എ ആറ്റം പ്രസൻ്റ് ആണ്. അതേപോലെ തന്നെ ഹീം ഗ്രൂപ്പ് എന്താണ്, ഹീം ഗ്രൂപ്പ് പ്രസൻ്റ് അല്ല. സോ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതും അത് തന്നെയാണ്, ഹീം ഗ്രൂപ്പ് പ്രസൻ്റ് അല്ലാത്ത എന്നാൽ എഫ് എ ആറ്റം പ്രസൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ഏതാണെന്നാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി.